ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിസ് ജോഷി. നമ്മൾ ബോഡി സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഇതല്ലാത്തവർക്കും ഇത് ഫിറ്റ്നസ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം നല്ല രീതിയിൽ ഫുൾ ബോഡി നമ്മുടെ കാല് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗത്ത് ഒരുപോലെ തന്നെ സ്ട്രെങ്ത് കിട്ടാൻ പറ്റുന്ന നല്ലൊരു വർക്കൗട്ട് തന്നെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി തന്നെ വിടുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് എന്നാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ഇതുപോലെ ഒരു ഭിത്തിയിലോ എവിടെയെങ്കിലും ഒരു കൈ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്താൽ മതിയാവും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. സ്റ്റഡി ആയിട്ട് നിൽക്കുക, കൈ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു കാല്, ഇപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡാണ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡാണ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ റൈറ്റ് ലെഗ്, ആ ഒരു രീതിയിൽ ലെഗ് ഒന്ന് റൈസ് ചെയ്യാം. ഇപ്പോൾ റൈറ്റാണ് ആദ്യം ചെയ്യുന്നത്. ലെഗ് ഒന്ന് റൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോ വശം നമ്മൾ കാലിൻ്റെ വിരൽ മുകളിലേക്കാക്കി പിടിക്കുക. കണ്ടോ, ഇവിടുന്ന് ഇത് മുകളിലേക്കാക്കി ടൈറ്റ് ചെയ്ത് പിടിക്കുക. നമ്മൾ ഈ കാല് മൊത്തം ടൈറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് നല്ല ബലത്തിൽ ഇങ്ങനെ പിടിക്കുക. ഇനി ഇവിടുന്ന് ചെയ്യേണ്ടത് ഇതുപോലെ മുന്നിലേക്കൊന്ന് റൈസ് ചെയ്യാം. റൈസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കാലിൻ്റെ ഭാരമല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു വേഗത ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ കാലിന് നോർമൽ വരുമ്പോഴത്തേക്കും ആ താഴേക്ക് വീഴുന്ന ഒരു ഭാരമുണ്ട്. പക്ഷേ അതിലുപരി നമ്മൾ എടുക്കുന്നുണ്ടോ, നമ്മൾ താഴേക്ക് എടുക്കുന്ന ഒരു ഫോഴ്സ് ഇതിലേക്ക് കൊടുക്കുക. കൈ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓരോ തവണയും ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ഫോഴ്സ് കൊടുക്കുക, അതുപോലെ സ്പീഡ് കൂട്ടുക. ഇങ്ങനൊരു മൂവ്മെൻറ്റ്. അപ്പം ഇത് 2 ലെഗിന്, ഈ ഒരു സൈഡിനും ഞാൻ ഒരു ലെഗ് ചെയ്യുന്നുള്ളൂ, 2 ലെഗിനും. അപ്പോൾ ഇതൊരു 20 നമ്പർ വീതം 3 തവണയായിട്ട് ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് നോക്കാം. സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് നിങ്ങളുടെ കൈകൾ മുട്ടുകാല് ബെൻഡ് ആവാതെ, നമ്മൾ മുട്ടുകാല് ഇങ്ങനെ വളക്കാതെ 2 കൈകളും താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതുപോലെ പാരലായിട്ട് കൈ ഫുള്ളായിട്ട് ഇതുപോലെ മുട്ടുകാല് വളയാതെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ ഹാംസ്ട്രിങ് മസിലിലൊക്കെ നല്ല സ്ട്രെച്ച് ഉണ്ടെന്നാണ് അർത്ഥം. കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ടൈറ്റ് നല്ല രീതിയിൽ മാറുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ഹാംസ്ട്രിങ് മസിലിൻ്റെയൊക്കെ ടൈറ്റ് നല്ല രീതിയിൽ മാറും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പലർക്കും ഈ ഒരു ടൈറ്റ് കാരണം കണ്ടോ ഇത്രയും വരില്ല കൈ, ചിലർക്ക് ഇത്രയും ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഇങ്ങനെ ഈ ഒരു ടച്ച് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് ഈ ലെഗ് ഒരു അല്പം ഒന്ന് വൈഡ് ചെയ്യാം. വൈഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. എന്നിട്ട് കൈകൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്ലിയറൻസ് കുറവായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ചെയ്യുന്ന സമയത്ത് കൈ അധികം ഫ്രണ്ടിലേക്ക് വേണ്ട, മാക്സിമം ലെഗിനോട് ചേർത്ത് ഇനി ഇങ്ങനെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം കാല് ഇതുണ്ട ഇതുപോലെ ഒന്ന് സ്കിഡ് ചെയ്തൊന്ന് അടുപ്പിക്കുക. ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഇതൊരുപോലെ ആക്കിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇത് ഇത്രയും ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഹെഡ് ഈ ആംഗിൾ, കാലിൻ്റെ ആംഗിളിലേക്ക് ക്യാച്ച് ചെയ്തുകൊണ്ട് ഹെഡ് നീയിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെച്ചിങ് കിട്ടും, അത്യാവശ്യം ഫ്രീ ആവും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമുക്കിനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പുഷപ്സ് എടുക്കുന്ന ഒരു പൊസിഷനിൽ ഇതുപോലെ ശരീരം ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. നടുവ് ഇങ്ങനെ വളയാതെ, അതുപോലെ മുകളിലേക്ക് ഉയരാതെ, നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. അതൊരു 10 സെക്കൻഡ്, അതുപോലെ 15 സെക്കൻഡ്, 20 സെക്കൻഡ് ഓരോ ദിവസം തോറും അതൊന്ന് കൂട്ടി എടുക്കുക. ഒരു 1 മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന കൈ ഒരല്പം കൂടി, ഓരോ സ്റ്റെപ്പും കൂടി മുന്നിലോട്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ ഷോൾഡറിൻ്റെ വിത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, പൊസിഷൻ പുഷപ്സ് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി കണ്ടോ, കൈ ഇതുപോലെ 2 കൈയും ഒരു സ്റ്റെപ്പ് കൂടി. ഈ സമയത്ത് ഇത് കുറച്ചും കൂടി സ്ട്രെച്ച് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി ബോഡി ഒരു അല്പം കൂടി ടൈറ്റ് ആവുന്നുണ്ട്. നമ്മുടെ കോർ മസിൽ, വയറ് ഈ ഭാഗം മൊത്തത്തിൽ ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതും 5 സെക്കൻഡ്, 10 സെക്കൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഹോൾഡ് ചെയ്ത് നോക്കുക. വീണ്ടും അതിനുശേഷം ഇത് കുറച്ചുകൂടി ഉണ്ടോ. ഇപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഒരു ബോഡി ക്ലിയറൻസ്, ബോഡി ഈ ഗ്രൗണ്ടായിട്ട് ഒരു അല്പം കൂടി താഴ്ന്നിട്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇതും കുറച്ച് ദിവസം ചെയ്തതിന് ശേഷം ലെഗ് ഓരോ സ്റ്റെപ്പ് ഇതുപോലെ ഓരോ സ്റ്റെപ്പായിട്ട്
മുട്ടുകാല് വളയാതെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ മുട്ടുകാല് വളയാതെ നമ്മൾ കൈകളോട് ചേർക്കുക. ഈ ഒരു ഭാഗം ബെൻഡാവാതെ സ്റ്റഡി ആയിട്ട്. ഇനി കൈകൾ ഇവിടെ സ്റ്റഡി ആക്കി വെക്കുക. ഹെഡ് താഴേക്ക് മാക്സിമം ഒന്ന് ഡൗൺ ആയിട്ട്. ഇവിടുന്ന് വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മളിപ്പോൾ കാല് എങ്ങനെയാണ് എടുത്തത് അതുപോലെ തന്നെ കൈ ഓരോ സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക് വെക്കുക. ഉണ്ടോ? ഇതുപോലെ ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മാക്സിമം കിട്ടുന്ന ലെങ്ത്തിലേക്ക് നിങ്ങൾ കിട്ടുന്ന ലെങ്ത്തിലേക്ക് ഇതുപോലെ ക്ലിയറൻസ് മാക്സിമം താഴുന്ന രീതിയിൽ വീണ്ടും ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ വെക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്നതുമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു 3-4 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ ഒരു പുരോഗതി ശരിക്കും മനസ്സിലാവും. നമ്മളെ ഒരു സ്ട്രെങ്ത്തിൻ്റെ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.